ഞങ്ങളൊരു പുതിയ സംവിധാനം കർഷകർക്ക് വേണ്ടി ഏർപ്പെടുത്തിയിട്ടുണ്ട്. കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളമുള്ള പ്രദേശങ്ങളിലുള്ള കർഷകർക്ക് എല്ലാവർക്കും ചീരക്കുഴി നഴ്സറിയിൽ നേരിട്ട് വന്ന് തൈകൾ വാങ്ങിക്കുക പ്രായോഗികമായി ബുദ്ധിമുട്ടുണ്ടെന്ന് മനസ്സിലാക്കിയതിന് അതുകൊണ്ട് കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും കർഷകർക്ക് സൗജന്യമായി നടീൽ വസ്തുക്കൾ വിതരണം ചെയ്യുന്ന ഒരു പദ്ധതി ഞങ്ങൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. കർഷകർക്ക് ഇത് അവരുടെ വീടുകളിൽ ചെല്ലുമ്പോൾ അവർ 100% സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രമാണ് നമ്മൾ അവരിൽ നിന്ന് പേയ്മെൻറ്റ് വാങ്ങിക്കുന്നതും ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നതും. ഞങ്ങളുടെ നഴ്സറിയിൽ ഏതാണ്ട് 1000-ൽ പരം വെറൈറ്റി പ്ലാന്റ്സ് ഉണ്ട്. 1000 എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് സംഖ്യ കുറവാണെന്ന് തോന്നുന്നു, അതിൽ കൂടുതലുണ്ട്. ഞങ്ങളെ വിശ്വസിച്ചാണ് ആ ഓർഡർ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ കസ്റ്റമേഴ്സ് എല്ലാം 100% ഹാപ്പിയാണ്, സാറ്റിസ്ഫൈഡ് ആണ്. ഞങ്ങൾക്കതിൽ സന്തോഷം. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ജോസ് ചീരക്കുഴി. മണ്ണാർക്കാട് ചീരക്കുഴി ഗ്രൂപ്പ് ഓഫ് നഴ്സറീസിൻ്റെ മാനേജിംഗ് ഡയറക്ടറാണ്. ഞങ്ങളുടെ നഴ്സറി 1979 സ്റ്റാർട്ട് ചെയ്യുന്നത്. എൻ്റെ പിതാവ് കർഷകശ്രീ KC കുര്യാക്കോസ്, അദ്ദേഹമാണ് ഈ നഴ്സറിയുടെ സ്ഥാപകൻ. അദ്ദേഹത്തിന് ഒട്ടേറെ അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. 1998 കർഷകശ്രീ അവാർഡ്, 2005 രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാമിൽ നിന്ന് നാഷണൽ അവാർഡ്. അങ്ങനെ ഒട്ടേറെ കാർഷിക സംബന്ധമായ പല കണ്ടുപിടുത്തങ്ങളും അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അത് പ്രധാനം യങ് ബഡ്ഡിംഗ് എന്ന നൂതന സാങ്കേതിക വിദ്യയാണ്. ഇത്തരത്തിൽ കാർഷിക രംഗത്ത് നൽകിയിരിക്കുന്ന സംഭാവനകൾ മാനിച്ചുകൊണ്ട് ഒട്ടനവധി പുരസ്കാരങ്ങൾ തേടിയെത്തിയിട്ടുണ്ട്. 2016 സംസ്ഥാനത്തെ ഏറ്റവും നല്ല നഴ്സറി, ഏറ്റവും മികച്ച നഴ്സറി എന്ന ബഹുമതി എൻ്റെ ചീരക്കുഴി നഴ്സറിക്കാണ് ലഭിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഈ കഴിഞ്ഞ ഏതാണ്ട് ഒരു വർഷമായി ഞങ്ങളൊരു പുതിയ സംവിധാനം കർഷകർക്ക് വേണ്ടി ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതായത് കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളമുള്ള പ്രദേശങ്ങളിലുള്ള കർഷകർക്ക് എല്ലാവർക്കും ചീരക്കുഴി നഴ്സറിയിൽ നേരിട്ട് വന്ന് തൈകൾ വാങ്ങിക്കുക പ്രായോഗികമായി ബുദ്ധിമുട്ടുണ്ടെന്ന് മനസ്സിലാക്കിയതിന് അതുകൊണ്ട് കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും കർഷകർക്ക് സൗജന്യമായി നടീൽ വസ്തുക്കൾ വിതരണം ചെയ്യുന്ന ഒരു പദ്ധതി ഞങ്ങൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. അത് കാസർഗോഡായാലും തിരുവനന്തപുരം ആയാലും എവിടെയാണെങ്കിലും ഇത് കർഷകരുടെ വീടുകളിൽ എത്തിക്കുക. അവർക്ക് ഇഷ്ടമാകുന്ന അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന തൈകൾ മീൻസ് നല്ല തൈകളാണ് ഞങ്ങൾ തിരഞ്ഞ് എടുത്ത് അയക്കുന്നത്. അവരത് അവിടെ കിട്ടി ബോധിച്ചതിന് ശേഷം മാത്രം അതിന് പണം സ്വീകരിക്കുന്ന സമ്പ്രദായമാണ് നമ്മൾ ചെയ്യുന്നത്. ആദ്യം മുൻകൂറായി അവരിൽ നിന്ന് പണം വാങ്ങിക്കുക. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളൊന്നും അല്ല ഞങ്ങൾ ചെയ്യുന്നത്. വാട്സപ്പിലൂടെ അല്ലെങ്കിൽ ഫോണിലൂടെ ഓർഡർ എടുത്ത് അവർക്ക് തൈയുടെ ഫോട്ടോയും മറ്റു കാര്യങ്ങളും എല്ലാം ഫോണിലൂടെ അറിയിക്കുന്നു. അതിനുശേഷം ഓർഡർ എടുത്ത് അത് ആ കർഷകരുടെ വീടുകളിൽ എത്തിക്കുക. അതിനുശേഷം മാത്രമാണ് അതിന് പേയ്മെൻറ്റ് വാങ്ങിക്കുന്നത്. ഇതിന് പ്രായോഗികമായി ഈ ഒരു സമ്പ്രദായം നടത്തിക്കൊണ്ടു പോകുന്നതിന് വിഷമതകളുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അതിൻ്റെ ചെറിയ നിബന്ധന വെച്ചിട്ടുണ്ട്. മിനിമം 2000 രൂപയുടെ ഓർഡർ തരുന്ന കർഷകർക്കാണ് ഞങ്ങൾ ഇതുപോലെ സൗജന്യ ഡെലിവറി ചെയ്യുന്നത്. അപ്പോൾ ഓർഡർ നൽകി ഏതാണ്ട് 10 ദിവസത്തിനും 15 ദിവസത്തിനകത്ത് ഈ തൈകൾ ഞങ്ങൾ അതാത് സ്ഥലങ്ങളിൽ എത്തിച്ചു കൊടുക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുന്നുണ്ട്. അപ്പം ഇപ്പം കോഴിക്കോട് ജില്ല അല്ലെന്നുണ്ടെങ്കിൽ തൃശ്ശൂർ ജില്ല, അങ്ങനെ ഓരോ ജില്ലകളിലേക്ക് ഓരോ വാഹനമാണ് അയക്കുന്നത്. അപ്പോൾ ഒരു വാഹനത്തിൽ 20-30 കർഷകരുടെ തൈകൾ ഉണ്ടായിരിക്കും. അത് വിതരണം ചെയ്ത ഓരോ സ്ഥലങ്ങളിൽ ഇറക്കി അങ്ങനെ അതാണ് ഞങ്ങളുടെ സംവിധാനം. ഇത് നടത്തിക്കൊണ്ടു പോകുന്നത് വലിയ ഒരു, ഇപ്പം പറയുമ്പോൾ ഇത് വളരെ ഈസിയാണ്, പക്ഷേ ഇത് ഇത്രയും കസ്റ്റമേഴ്സിനെ കോണ്ടാക്ട് ചെയ്യുകയും അവർക്ക് വേണ്ട തൈകൾ അവരെ പരിചയപ്പെടുത്തുകയും ഇതൊരു വലിയ ഉത്തരവാദിത്തമുള്ളൊരു ജോലിയാണ്. അപ്പോൾ ഇതിന് ഞങ്ങൾക്ക് ഏകദേശം 10ഓളം ജീവനക്കാർ ഇപ്പോൾ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. ഈ ഓൺലൈൻ ഡെലിവറിയുമായി ബന്ധപ്പെട്ട് ഓഫീസിലെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം 10ഓളം ആളുകൾ കസ്റ്റമേഴ്സിൻ്റെ കാര്യങ്ങൾ ചെയ്യാനായിട്ടും അവരുടെ സംശയങ്ങൾ ദൂരീകരിക്കാനും ഒക്കെ ആയിട്ട് 10ഓളം ജീവനക്കാർ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഡെലിവറിക്ക് വേണ്ടി ഏതാണ്ട് 4 വാഹനങ്ങൾ ഇപ്പോൾ നിലവിലുണ്ട്. 5ാമതൊരു വാഹനങ്ങളും കൂടി ഞങ്ങളിപ്പോൾ അറേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പം അത്തരത്തിൽ ഈ കാര്യങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ഇത് ഞങ്ങളുടെ ഓൺലൈനായി ലഭിക്കുന്ന ഓർഡറുകൾ, അതിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത് വാട്സപ്പിലൂടെ ഓർഡർ ലഭിക്കുന്നു.
കർഷകർക്ക് അവരുദ്ദേശിക്കുന്ന തൈകളുടെ ഫോട്ടോ അവർക്ക് അയച്ചു കൊടുക്കുന്നു. അതിൻ്റെ ഹൈറ്റ്, അതിൻ്റെ വലിപ്പം, ഈ കാര്യങ്ങളെല്ലാം ആ ഒരു കസ്റ്റമറെ കൺവിൻസ് ചെയ്യുന്നു. അതിനുശേഷം നമ്മളത് പ്രൊഫോർമ ഇൻവോയ്സ് ഞങ്ങളുടെ കമ്പ്യൂട്ടറിൽ പ്രിപ്പയർ ചെയ്യുന്നു. പ്രൊഫോർമ ഇൻവോയ്സ് പ്രിപ്പയർ ചെയ്തതിന് ശേഷം ഞങ്ങളുടെ ഗ്രേഡിംഗ് സെക്ഷനിലേക്ക്, പ്ലാന്റ്സ് ഗ്രേഡ് ചെയ്യുന്ന സെക്ഷനിലേക്ക് അത് കൈമാറും. ആ ഗ്രേഡിംഗ് സെക്ഷനിലുള്ള ആളുകൾ ആ ഇൻവോയ്സ് നോക്കി ആ കസ്റ്റമർക്ക് വേണ്ട പ്ലാന്റ്സ്, ആ പറയുന്ന ക്വാളിറ്റിയിലുള്ള പ്ലാന്റ്സ് ഗ്രേഡ് ചെയ്ത് വെക്കും. ഇപ്പോൾ നിങ്ങളിവിടെ കാണുന്നത് ഇത്തരത്തിൽ ഗ്രേഡ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്ലാന്റ്സ് ആണ്. ഇപ്പോൾ ഇത് ബുഷ് പെപ്പർ ഇതാ ഈ കസ്റ്റമർ രാമചന്ദ് എന്ന് പറയുന്ന ആ കസ്റ്റമർക്ക് വിട്ട് ഞങ്ങളുടെ ഗ്രേഡിംഗ് സെക്ഷനിലുള്ള സ്റ്റാഫ് സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പ്ലാന്റ്സ് ആണ് ഇത്. അതുപോലെ തന്നെ ഇത് റംബുട്ടാനാണ്. റംബുട്ടാൻ ഇത് ടാഗോട് കൂടിയാണ് ഞങ്ങൾ ഇതെല്ലാം നൽകുന്നത്. ഇത് ജോളി പത്തനംതിട്ട ജോളി എന്ന് പറയുന്ന കസ്റ്റമർക്ക് വേണ്ടി ഗ്രേഡ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്ലാന്റ്സ് ആണ്. അതുപോലെ തന്നെ ഇത് ലൂവിക്ക ഇതൊരു കസ്റ്റമർക്ക് വേണ്ടി ഗ്രേഡ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഇത് ഗംലെസ് ജാക്കാണ്. ഇത് ഒരു കസ്റ്റമർക്ക് വേണ്ടി ഗ്രേഡ് ചെയ്ത് വെച്ചിരിക്കുന്നു. അതുപോലെ വലിയ പ്ലാന്റ്സ് ഉണ്ട്. ഇപ്പോൾ ഇത് റംബൂട്ടാൻ, ഇത് കായ്ക്കാൻ തുടങ്ങിയ പ്ലാന്റ് ആണ്. ഇത് ഏകദേശം 3 വർഷത്തിന് മുകളിൽ പ്രായമുള്ള ചെടിയാണ്. ഇതിലും വലിപ്പമുള്ള ചെടികളുണ്ട്. വിത്ത് ഫ്രൂട്ടോട് കൂടിയുള്ള ചെടികളും ഞങ്ങൾ നൽകുന്നുണ്ട്. അത് കസ്റ്റമറുടെ താല്പര്യം അനുസരിച്ച് ഏത് വലിപ്പത്തിലുള്ള പ്ലാന്റ്സും അത് നമ്മൾ അവർക്ക് ഫോട്ടോ എല്ലാം അയച്ചു കൊടുത്ത് അവരെ ബോധ്യപ്പെടുത്തി ആണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ കർഷകർക്ക് ഇത് അവരുടെ വീടുകളിൽ ചെല്ലുമ്പോൾ അവർ 100% സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രമാണ് നമ്മൾ അവരിൽ നിന്ന് പേയ്മെൻറ്റ് വാങ്ങിക്കുന്നതും ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നതും. ഞങ്ങൾക്ക് ഇപ്പം അതായത് ഇവിടെ നമുക്ക് ലഭ്യമായതിൽ ഏറ്റവും നല്ല പ്ലാന്റ്സ് ആണ് ഞങ്ങൾ ഡെലിവറി ഓൺലൈൻ കസ്റ്റമേഴ്സിന്. എല്ലാം നല്ല തൈകളാണ്. പക്ഷേ എങ്കിൽ പോലും പ്രത്യേകമായി ഞങ്ങൾ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. കാര്യം കസ്റ്റമർ നേരിട്ട് വരാതെ ഞങ്ങളെ വിശ്വസിച്ചാണ് ആ ഓർഡർ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. അപ്പം ഞങ്ങളെ വിശ്വസിച്ച ഒരു കസ്റ്റമർ, അവർ പ്രത്യേകിച്ച് അവരെ ഞങ്ങൾ കെയർ ചെയ്യാൻ ഞങ്ങൾ ബാധ്യതപ്പെട്ടവരാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും ഞങ്ങളുടെ സ്റ്റാഫിന് ഞാൻ നിർദ്ദേശം കൊടുക്കും. വരുന്ന കസ്റ്റമർ ആണെങ്കിൽ അവരുടെ ഇഷ്ടത്തിന് നമുക്ക് ടെൻഷൻ കുറവാണ്. കാര്യം അവരുടെ ഇഷ്ടത്തിന് എടുക്കുന്നത്. വരാത്ത കസ്റ്റമർ എന്ന് പറയുമ്പം നമുക്ക് ഡബിൾ ഉത്തരവാദിത്തമാണ്. അപ്പോൾ കാര്യം വരാത്ത കസ്റ്റമറുടെ കാര്യത്തിൽ അപ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ച് വേണം ഇത് ചെയ്യാനെന്നുള്ള പ്രത്യേകം നിർദ്ദേശം ഞങ്ങൾ കൊടുക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ കസ്റ്റമേഴ്സ് എല്ലാം 100% ഹാപ്പിയാണ്, സാറ്റിസ്ഫൈഡ് ആണ്. ഞങ്ങൾക്കതിൽ സന്തോഷം. ഇത് ഞങ്ങൾ അയക്കുന്ന തൈകൾ, എല്ലാ തൈകൾക്കും ഞങ്ങളിതുപോലെ ടാഗ് ചെയ്താണ് അയക്കുന്നത്. അതായത് ഒരിനം പോലും അത് വർക്കേഴ്സിൻ്റെ ആണെങ്കിലും ഡെലിവറി ചെയ്യുന്ന സ്റ്റാഫിൻ്റെ ആണെങ്കിലും മിസ്റ്റേക്ക് കൊണ്ട് ഒരു പ്ലാന്റ് പോലും ഇനം മാറി പോകാൻ പാടില്ല. അതാണ് ഞങ്ങൾ. അപ്പം എല്ലാ പ്ലാന്റിലും ഇതുപോലെ ടാഗ് ചെയ്താണ് ഞങ്ങൾ അയക്കുന്നത്. ഇത് കണ്ടില്ലേ, എല്ലാത്തിനും ഇതുപോലെ ആ പ്ലാന്റിൻ്റെ പേര്, അതുപോലെ ആ ഫ്രൂട്ടിൻ്റെ ചിത്രം ഇത് വെച്ചാണ് ഞങ്ങളെല്ലാം. ഇത് കണ്ടോ, ഇത് റെഡ് ജാക്ക് ഫ്രൂട്ടാണ്. ഇങ്ങനെ എല്ലാത്തിനും ടാഗ് ചെയ്താണ് ഞങ്ങൾ അയക്കുന്നത്. അതിനിവിടെ ഞങ്ങൾ പ്രത്യേകമായിട്ടുള്ള ആളുകളുണ്ട്, എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകൾ. അവരെ വെച്ചാണ് നമ്മൾ ഓരോ സെക്ഷനിൽ നിന്ന് എടുത്ത് ഇത് ടാഗ് ചെയ്താണ്. ഇത് കണ്ടില്ലേ, ഇതെല്ലാം ഓരോ പ്രോഡക്റ്റിനും ടാഗ് ചെയ്താണ് അയക്കുന്നത്. ടാഗില്ലാതെ ഒരു പ്ലാന്റ് പോലും ഞങ്ങൾ അയക്കാറില്ല. കാര്യം അത് കർഷകർക്കും ഗുണമാണ്. കാര്യം അവിടെ ചെല്ലുമ്പോൾ ഒരു പ്ലാന്റ് ചെയ്ത് കഴിയുമ്പോൾ നാളേക്ക് ഇത് എന്ത് വെറൈറ്റി ആണെന്നുള്ളത് മനസ്സിലാക്കാൻ, അതുപോലെ തന്നെ ബൈ മിസ്റ്റേക്ക് കൊണ്ട് ഇത് ഇനം മാറിപ്പോകാതിരിക്കാൻ, അങ്ങനെ ടാഗ് വളരെയധികം ഗുണം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഏത് വലിപ്പത്തിലുള്ള ഏത് പ്രായത്തിലുള്ള ചെടികളും തൈകളും ഞങ്ങൾ ഈ പറഞ്ഞ ഞങ്ങളുടെ ഡോർ ഡെലിവറി സംവിധാനത്തിൽ കർഷകർക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അതായത് കായ്ക്കാൻ തുടങ്ങിയ ചെടികൾ, ഇപ്പം ഇതെല്ലാം ഓറഞ്ച്, ഇതെല്ലാം കായ്ച്ചു കിടക്കുന്നതാണ്. അതുപോലെ തന്നെ ഇത് നമ്മുടെ മധുര അമ്പഴം ഫ്ലവറായിട്ടുണ്ട്. അങ്ങനെ ഫ്രൂട്ടായിട്ട് റംബൂട്ടാൻ, ഇതെല്ലാം നമുക്ക് ഫ്രൂട്ടായ ചെടികളുണ്ട്. അപ്പം ഏത് വലിപ്പത്തിലുള്ള തൈകളും നമ്മൾ എത്ര ഹൈറ്റ് ഉള്ളതാണെങ്കിലും കർഷകരുടെ ആവശ്യാനുസരണം ഞങ്ങളിത് എത്തിച്ചു കൊടുക്കുന്നു. ഇന്നൊരു കസ്റ്റമർ ഞങ്ങൾക്ക് ഇന്ന് തൈ ഓർഡർ തരികയാണ്, നാളെ തരണമെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഞങ്ങൾക്ക് നാളെ ഡെലിവറി തരാൻ സാധിക്കില്ല. ഞങ്ങൾ പറയുന്ന മിനിമം ഡേയ്സ് 15 days ആണ്. പക്ഷേ 1 വീക്ക്, ഒരാഴ്ച കൊണ്ട് ഞങ്ങൾ കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. 15 ദിവസത്തിനകത്താണ് ഓർഡർ ചെയ്യുന്ന കർഷകർക്ക് ഞങ്ങൾ തൈകൾ എത്തിക്കുന്നത്. ഈ 15 ദിവസം കൊണ്ട് ഞങ്ങൾക്കൊരു ജില്ലയിലേക്ക് 30-40 കസ്റ്റമേഴ്സിൻ്റെ ഓർഡർ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞങ്ങളുടെ തന്നെ സ്വന്തം വാഹനങ്ങളാണ്. ഞങ്ങൾക്ക് ഡീസലിൻ്റെ പൈസ മാത്രം അതിൽ കിട്ടിയാൽ മതി. അപ്പം ഞങ്ങൾക്ക് ഏകദേശം 40 കസ്റ്റമർ ഉണ്ടെങ്കിൽ 80,000 രൂപയുടെ ഇൻവോയ്സായി. 80,000 രൂപയിൽ 1000-ഓ 2,000-ഓ 3,000-ഓ ഡീസലിന് ഞങ്ങൾക്ക് എന്തായാലും തീർച്ചയായും ഇതിനകത്തൊരു മാർജിനുണ്ട്. ആ മാർജിനിൽ നിന്ന് ഞങ്ങൾ ഡീസലിനുള്ള എക്സ്പെൻസ് ഞങ്ങൾ മാറ്റിവെക്കുന്നു.
കാരണം ഇതൊരു തുടർച്ചയായിട്ടുള്ള ഒരു സംരംഭമാണ്, കർഷകർക്ക് പ്രയോജനം കിട്ടുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ആ മിനിമം പ്രോഫിറ്റിൽ നിന്ന് ഞങ്ങൾ ഈ ഒരു ചിലവ് കൂടി ഞങ്ങളതിൽ അത് കാര്യം അതൊരു ലോങ് ടൈം ഒരു റിലേഷനാണ്. അതുകൊണ്ട് ഞങ്ങൾ ആ ഒരു രീതിയിലാണ് അതിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായും 2000 രൂപയുടെ ഓർഡർ നൽകുന്നവർക്ക് സൗജന്യമായി വാഹനം എത്തുന്ന സ്ഥലത്ത് അവരുടെ വീട്ടുപിടിക്കൽ തൈകൾ എത്തിച്ചു കൊടുക്കുന്നു. അത് നല്ല ക്വാളിറ്റിയുള്ള വിശ്വസ്തയോടുകൂടി നിങ്ങൾക്ക് വാങ്ങിക്കാം. പാരമ്പര്യമുള്ള എൻ്റെ പിതാവ് ഞാൻ മുൻപ് പറഞ്ഞു കർഷകശ്രീ അവാർഡ് ജേതാവാണ്. 1979 ഞങ്ങളുടെ നഴ്സറി ആരംഭിക്കുന്നത്. അന്നു മുതൽ ഇന്ന് വരെ മികച്ച ഗുണനിലവാരമുള്ള നടീൽ വസ്തുക്കൾ അത് ഞങ്ങൾ ഉൽപ്പാദിപ്പിച്ച് കേരളത്തിലാകമാനം ഞങ്ങൾ ഈ രീതിയിൽ വിതരണം ചെയ്യുന്നു. കേരളത്തിന് പുറത്തേക്കും ഞങ്ങൾ തൈകൾ അയക്കുന്നുണ്ട്. അത് സ്വാഭാവികമാണ്, അത് ചാർജ് ചെയ്തിട്ടാണ് അയക്കുന്നത്. വാഹനത്തിന് വണ്ടി വാടക ഞങ്ങൾ ഈടാക്കും. പക്ഷേ കേരളത്തിനകത്ത് സൗജന്യ ഡെലിവറിയാണ്. ഞങ്ങളുടെ നഴ്സറിയിൽ ഏതാണ്ട് 1000-ൽ പരം വെറൈറ്റി പ്ലാന്റ്സ് ഉണ്ട്. 1000 എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് സംഖ്യ കുറവാണെന്ന് തോന്നുന്നു, അതിൽ കൂടുതലുണ്ട്. ഇപ്പം ഫ്രൂട്ട്സിൻ്റെ തന്നെ 500-ലധികം അതിൽ കൂടുതൽ വെറൈറ്റീസ് ഓഫ് ഫ്രൂട്ട്സ് ഉണ്ട് നമുക്ക്. പിന്നെ ഓർണമെൻ്റൽസ് അത് അൺലിമിറ്റഡ് ആണെന്ന് പറയാം, ഞാൻ 1000 അങ്ങ് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. പക്ഷേ അതിൽ കൂടുതലുണ്ട്. ഓർണമെൻ്റൽസ് ഉണ്ട്, ഫ്ലവറിങ് ഐറ്റംസ് ഉണ്ട്. ഇപ്പോൾ എക്സോട്ടിക് ഫ്രൂട്ട്സ് അതൊരു ട്രെൻഡാണ്. ഇപ്പോൾ എക്സോട്ടിക് ഫ്രൂട്ട്സിൽ നല്ല ടേസ്റ്റുള്ള ഫ്രൂട്ട്സും ഉണ്ട്, ടേസ്റ്റ് കുറവുള്ള ഫ്രൂട്ട്സും ഉണ്ട്, എല്ലാവർക്കും അറിയാം. ഇപ്പം ഒരു ഉദാഹരണം പറഞ്ഞാൽ അബിയു നല്ല ടേസ്റ്റുള്ള ഒരു എക്സോട്ടിക് ഫ്രൂട്ടാണ് അബിയു. അടുത്ത കാലത്ത് പ്രചാരത്തിലായി വരുന്ന ഒരു ഫ്രൂട്ടാണ് അബിയു. മിക്ക നഴ്സറികളിലും അബിയു കിട്ടും. ഞങ്ങളുടെ കയ്യിൽ 6-7 വെറൈറ്റി അബിയു ഉണ്ട്. ജൈൻ്റ് അബിയു, നിപ്പിൾ, റൗണ്ട് നിപ്പിൾ എന്ന് പറയുന്ന ഒരു വെറൈറ്റി ഉണ്ട്. അതുപോലെ തന്നെ ഹൈബ്രിഡ് ഇനങ്ങളുണ്ട്. മോളിക്യൂൾ എന്ന് പറഞ്ഞൊരു വെറൈറ്റി ഉണ്ട്. അതായത് ഇതിനെല്ലാം ടേസ്റ്റിൽ ചില വ്യത്യാസങ്ങളുണ്ട്, വലിപ്പത്തിൽ വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ മധുരം, സ്വീറ്റ്നെസ് അതിന് വ്യത്യാസമുണ്ട്. അപ്പോൾ അങ്ങനെ വ്യത്യാസങ്ങളുള്ള ഏകദേശം 5-6 വെറൈറ്റി അബിയൂൾ തന്നെയുണ്ട്. അതുപോലെ നമുക്ക് ഇപ്പം ലോങ്കനിൽ ഏകദേശം 6-7 വെറൈറ്റി ലോങ്കനുണ്ട്. അതുപോലെ തന്നെ റംബൂട്ടാനിൽ മലേഷ്യൻ വെറൈറ്റി ഉണ്ട്, ഇന്തോനേഷ്യൻ വെറൈറ്റി ഉണ്ട്. അതുപോലെ തന്നെ ഏറ്റവും ടേസ്റ്റുള്ള മറ്റൊരു ഫ്രൂട്ടാണ് മിൽക്ക് ഫ്രൂട്ടിൽ നമുക്ക് ജൈൻറ്റ് പർപ്പിൾ എന്ന് പറയുന്നൊരു വെറൈറ്റി ഉണ്ട്. മറ്റു വെറൈറ്റികളെല്ലാം ഉണ്ട്, പക്ഷേ അതിനെ കഴിഞ്ഞ് ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ളൊരു വെറൈറ്റിയാണ് ജൈൻറ്റ് പർപ്പിൾ. അതുപോലെ തന്നെ ദുരിയനിൽ നമുക്ക് ഒട്ടനവധി ഇനങ്ങളുണ്ട്. ഇതെല്ലാം കോമൺ ആയിട്ട് നമുക്ക് ടേസ്റ്റുള്ള എക്സോട്ടിക് ഫ്രൂട്ട്സിൻ്റെ വിഭാഗത്തിൽ പെടുത്താവുന്നതാണ്. പക്ഷേ അതല്ലാതെ നമുക്ക് ഒരുപാട് എക്സോട്ടിക് ഫ്രൂട്ട് വെറൈറ്റീസ് ഉണ്ട്. ഇപ്പം ജബോട്ടിക്ക നല്ല ടേസ്റ്റുള്ള ഒരു ഫ്രൂട്ടാണ് കേട്ടോ. ജബോട്ടിക്കയിൽ തന്നെ നമുക്ക് 5-6 വെറൈറ്റീസ് നമ്മുടെ കയ്യിൽ ഇപ്പം നിലവിലുണ്ട്. അതുപോലെ തന്നെ ലാങ്സെറ്റ് ഉണ്ട്, ലോങ്കോങ് ഉണ്ട്, ഡുക്കു ഉണ്ട്. അതെല്ലാം നല്ല ഫ്രൂട്ട്സാണ്. ഇങ്ങനെ പറഞ്ഞാൽ തീരില്ല. ഞാനതിൻ്റെ കാറ്റലോഗോ കാര്യങ്ങളോ ഒക്കെ നമുക്ക് തരാൻ പറ്റും. അത് നമുക്ക് നമ്മുടെ ഏത് കസ്റ്റമർ ആണെങ്കിലും അവർ ചോദിക്കുമ്പോൾ അവർക്ക് വാട്സപ്പിൽ ഞങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കണ്ണോടിച്ചാൽ അതിനെക്കുറിച്ചൊരു ഐഡിയ കിട്ടും. അതുപോലെ തന്നെ വളരെ റയറായിട്ടുള്ള കോളാനട്ട്, അതുപോലെ തന്നെ സെഡർ ബൈ ചെറി, അതുപോലെ തന്നെ പിന്നെ നമുക്ക് ഒലീവിൻ്റെ വെറൈറ്റി ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതുപോലെ തന്നെ കാഷ്യൂ, ഇത് കണ്ടില്ലേ, ഇത് ഓയിൽലെസ് കാഷ്യൂ. നമ്മുടെ എന്താ പറയുക, ഒരു ചൊനയുണ്ടാവില്ല. നമുക്ക് സാധാരണ ഈ കശുമാങ്ങ തിന്ന ഒരു ഇത് വരുമല്ലോ, കറ, അതുണ്ടാവില്ല. അതുപോലെ തന്നെ നമുക്ക് ഇത് കണ്ടില്ലേ, അർസാബോയി ഉണ്ട്, നമുക്ക് ഒരുപാടുണ്ട്. ഇത് കായം കേട്ടോ, കായം നമ്മുടെ പണ്ട് കാലത്തൊക്കെ വീടുകളിലൊക്കെ ഉപയോഗിച്ചിരുന്ന ഇപ്പോൾ കായം. അതുപോലെ തന്നെ വാൾനട്ട് നമുക്കുണ്ട്. അതുപോലെ തന്നെ സ്വീറ്റ് ചെറി ഉണ്ട്, കിവി ഫ്രൂട്ടുണ്ട്, അതുപോലെ തന്നെ നമുക്ക് ആപ്രിക്കോട്ടിൻ്റെ വെറൈറ്റീസ് ഉണ്ട്. ഇത് ട്രോപ്പിക്കലും ഉണ്ട്, അല്ലാതെ തണുപ്പ് സ്ഥലത്തുണ്ടാകുന്നതും ഉണ്ട്. ആപ്പിളിൻ്റെ വെറൈറ്റീസ് ഉണ്ട്. ആപ്പിൾ നമുക്ക് ഹോട്ട് ക്ലൈമറ്റ് വെറൈറ്റി, അതായത് ട്രോപ്പിക്കൽ ആപ്പിൾ ഉണ്ട്. അതായത് അന്ന എന്ന് പറയുന്ന വെറൈറ്റി ട്രോപ്പിക്കൽ ഫ്രൂട്ട് വെറൈറ്റി ആപ്പിളാണ്, നമ്മുടെ കാലാവസ്ഥയിൽ കായ്ക്കും. അതുപോലെ തന്നെ ഡെസേർട്ട് ഗോൾഡ്, അത് നമ്മുടെ കാലാവസ്ഥയിൽ കായ്ക്കും. അതുപോലെ തന്നെ ഹെർമൺ 99, ഇത്തരം വെറൈറ്റീസ് എല്ലാം നമുക്ക് ഉണ്ട്. ഇതെല്ലാം ആപ്പിളിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ. അതുപോലെ തന്നെ പെർസിമൻ, ഭയങ്കര ടേസ്റ്റുള്ള ഫ്രൂട്ടാണ് പെർസിമൻ. പക്ഷേ കുറച്ച് തണുപ്പുള്ള സ്ഥലത്താണ് പെർസിമൻ കായ്ക്കും. വയനാടോ ഇടുക്കിയുള്ള പ്രദേശങ്ങളിലൊക്കെ നന്നായിട്ട് കായ്ക്കും. അതുപോലെ തന്നെ ഇതിപ്പം ഒരു സ്പ്രിംഗ് ഗോവ,
നമുക്ക് ഗോവ പേരയുടെ ഒരു പുതിയ വെറൈറ്റിയാണ് സ്പ്രിംഗ് ഗോവ, അത് ഉണ്ട്. പിന്നെ ഒറിജിനൽ ബദാം, ഇത് സാധാരണ എല്ലാവരും ബദാം എന്ന് പറഞ്ഞ് നമ്മളൊരു തണൽമരം ഉണ്ട് അതാണ് കൊടുക്കുന്നത്, പക്ഷേ അതൊന്നുമല്ല ബദാം, ഇതാണ് ഒറിജിനൽ ബദാം. ഇതിൻ്റെ ലീഫ് വ്യത്യാസമുണ്ട് കണ്ടോ, ഇതാണ് നമ്മൾ കഴിക്കുന്ന ബദാം ഇതാണ്. അതുപോലെ തന്നെ മൂട്ടി, സ്വീറ്റ് മൂട്ടി ഉണ്ട്, സ്മൂട്ടിയുടെ വെറൈറ്റീസ് ഉണ്ട്. ഇത് കണ്ടില്ല, ഇത് മഫായി ഫ്രൂട്ട്, കുറച്ച് എക്സ്പെൻസീവ് ആണ് കേട്ടോ ഇത് മഫായി ഫ്രൂട്ട്. പിന്നെ നമുക്ക് കാഫിർ ലൈമുണ്ട്, പിന്നെ ഇത് നമുക്ക് വന്നിട്ട് ഇതാണ് ലെക്കൗട്ട് ഒരു നല്ല ഫ്രൂട്ടാണ്. പിന്നെ സാന്തോളൊക്കെ ഇപ്പോൾ കോമൺ ആയിട്ടുള്ളൊരു ഫ്രൂട്ടാണ് സാന്തോള്, മിറാക്കിൾ ഫ്രൂട്ട്. ഈ ഫ്രൂട്ട് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് കഴിച്ചാൽ ഒരു 2 മണിക്കൂർ നേരം നമ്മൾ എന്ത് കഴിച്ചാലും മധുരമായിരിക്കും. നമ്മൾ കാഞ്ഞിരക്കുരു കഴിച്ചാലും ഒരു മധുരമുള്ള കാഞ്ഞിരക്കുരു ആണെന്ന് വിചാരിക്കും. ഇത് മിറാക്കിൾ ഫ്രൂട്ട്. ഇത് നമുക്ക് എന്താണ് ഇതിൻ്റെ പേര്, മെപ്രാങ് ഒരു തായ്ലൻഡ് ഫ്രൂട്ടാണ്, മെപ്രാങ് ആണ്. അതുപോലെ തന്നെ അച്ചാച്ചു എന്ന് പറയുന്ന ഫ്രൂട്ടാണിത്. അങ്ങനെ ഒട്ടേറെ. ഇത് ഗണപതി നാരകത്തിൻ്റെ സ്വീറ്റ് വെറൈറ്റി. എല്ലാവരും ഗണപതി നാരകം എന്ന് പറയുന്നത് പുളിയാണ്, ഇത് സ്വീറ്റ് വെറൈറ്റിയാണ്. ഇതാണ് ചെമ്പടക്കാണ്, ദുരിയൻ ചെമ്പടക്ക്, ദുരിയൻ്റെ ടേസ്റ്റുള്ള ചെമ്പടക്ക്, സാധാ ചെമ്പടക്കല്ല, ദുരിയൻ ചെമ്പടക്ക്. പിന്നെ റംബൂട്ടാനിലുള്ള വെറൈറ്റീസാണ് നമുക്ക്. ഇത് പിന്നെ ഇത് നമുക്ക് ഇതാണ് റൂബി ലോങ്കൻ. അങ്ങനെ ഒട്ടേറെ സാധനങ്ങളുണ്ട്. ഇതിൻ്റെ എല്ലാം കാറ്റലോഗ് ഞാൻ നിങ്ങൾക്ക് തരാം. അതാണ് നമുക്ക് കൂടുതൽ എല്ലാവർക്കും സൗകര്യപൂർവ്വം ഇതിനെക്കുറിച്ച് പഠിക്കാൻ പറ്റും. അങ്ങനെ 1000-ൽ പരം ഫ്രൂട്ട്സ് തന്നെ 1000-ൽ പരം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഓർണമെൻ്റൽസിൻ്റെ കാര്യം പറഞ്ഞാൽ അത് അൺലിമിറ്റഡ് ആണ്, അത്രയും ഇതുണ്ട്. ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഈ ഒരു ബാനർ, ഇത് ഞങ്ങളുടെ തോട്ടത്തിലുണ്ടായ ഇതാണ് നങ്കടക്ക് എന്ന് പറയുന്ന ഞങ്ങളുടെ തോട്ടത്തിൽ കായ്ച്ചപ്പോൾ എൻ്റെ ഒരു കസിനാണ് അത് ഫോട്ടോയിൽ നിൽക്കുന്നത്. ഇതിൽ നമ്മുടെ നഴ്സറിയിൽ ഈ എക്സോട്ടിക് ഫ്രൂട്ട് വെറൈറ്റീസ് ഉള്ള പോലെ, വിദേശ ഇനങ്ങളുള്ള പോലെ തന്നെ നമ്മുടെ നാടൻ ഇനങ്ങളും നമ്മുടെ ഇന്ത്യൻ ഇനങ്ങളും എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. ഇപ്പം മാവിൽ 20-ൽ പരം വെറൈറ്റി നമ്മുടെ നഴ്സറിയിലുണ്ട്. ഇതിൽ കൂടാതെ നമുക്ക് തായ്ലൻഡിൻ്റെ വെറൈറ്റി മാവുകളെല്ലാം ഉണ്ട്. ഇപ്പം നാംഡോക്ക് മായി, അതുപോലെ തന്നെ കിയോസവായ്, അതുപോലെ തന്നെ നാംഡോക്ക് മായി ഗോൾഡ്. നാംഡോക്ക് മായി തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. നാംഡോക്ക് മായി ഗോൾഡ്, നാംഡോക്ക് മായി മം, നാംഡോക്ക് മായി പർപ്പിൾ, ഇങ്ങനെ ഒട്ടേറെ തായ്ലൻഡ് വെറൈറ്റീസ് നമ്മുടെ കയ്യിലുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യൻ വെറൈറ്റീസ്. ഇത് ബംഗനപ്പള്ളി ഉണ്ട്. കേരള വെറൈറ്റീസ് ഉണ്ട്. നമുക്ക് വെള്ളമൂവാണ്ടൻ, കോശേരി, അങ്ങനെ തുടങ്ങി നമ്മുടെ നാടൻ ഇനങ്ങൾ ഒരുപാടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പ്രിയൂരുണ്ട്, നീലമുണ്ട്, അതുപോലെ തന്നെ മറ്റ് വെറൈറ്റികളായ മല്ലിക, ഹിമാപസന്ത്, ഇതെല്ലാം ഹിമാപസന്തൊക്കെ നല്ല ടോപ്പ് വെറൈറ്റിയാണ്. അതുപോലെ തന്നെ കേസർ, അത് ഗുജറാത്ത് വെറൈറ്റിയാണ്, കേസറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കല്ലുകെട്ടി, അതുപോലെ തന്നെ കൂട്ടുകോണം, അങ്ങനെ പറഞ്ഞാൽ തീരാത്ത അത്രയും ഇനങ്ങൾ മാവ് 20-30 ഇനം ഏറ്റവും ടോപ്പ് ക്ലാസ് ആയിട്ടുള്ള വെറൈറ്റി മാവുകൾ നമുക്കുണ്ട്. അതുപോലെ തന്നെ പ്ലാവ് ഇനങ്ങളിൽ എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ പ്ലാവ് ഇനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന നഴ്സറികളിൽ ഒന്നാണ് ചിരക്കുഴി നഴ്സറി. ഇപ്പോൾ ഇത് വിയറ്റ്നാം സൂപ്പർ ഏർലി എന്ന് പറയുന്ന ഇനമാണ്. ഇത് 1.5 വർഷം കൊണ്ട് തന്നെ കായ്ക്കും. അതുപോലെ തന്നെ നമുക്ക് റെഡ് ജാക്ക് ഉണ്ട്, തായ്ലൻഡ് റെഡ് ജാക്ക് ഉണ്ട്, കർണാടക വെറൈറ്റി റെഡ് ജാക്ക് ഉണ്ട്. അതുപോലെ തന്നെ ഇന്തോനേഷ്യയുടെ റെഡ് ജാക്ക് ഉണ്ട്. നമ്മുടെ കേരള വെറൈറ്റിയായ സിന്ദൂർ എന്ന് പറയുന്നത് കേരള റെഡ് ജാക്ക് വെറൈറ്റിയാണ്. അങ്ങനെ ഒരുപാടുണ്ട്. ഗംലസ് ഉണ്ട്. അതുപോലെ തന്നെ ബോളായിട്ടുള്ള നമ്മുടെ എന്താ പറയുക, രുദ്രാക്ഷ വരിക്ക എന്നൊക്കെ പറയുന്ന ബോൾ ടൈപ്പിലുള്ള ജാക്ക് ഉണ്ട്. പിന്നെ ജാക്ക് ഫ്രൂട്ടിൽ തന്നെ നമുക്ക് ചിപ്സ് ഉണ്ടാക്കാനായിട്ട് പറ്റുന്ന റോസ് വരിക്ക എന്ന് പറയുന്ന ഇനം. അത് ചിപ്സിന് ഭയങ്കര ക്രിസ്പിയാണ്, ഭയങ്കര ടേസ്റ്റുള്ള ചിപ്സാണ്. അതുപോലെ തന്നെ നമുക്ക് തേൻവരിക്കയിൽ തന്നെ ഏറ്റവും ടോപ്പ് ക്ലാസ് ആയിട്ടുള്ള വെറൈറ്റി ഞങ്ങളുടെ കയ്യിലുണ്ട്. അങ്ങനെ 10-ലധികം വെറൈറ്റി ജാക്ക് ഫ്രൂട്ട് വെറൈറ്റീസ് നമ്മുടെ കയ്യിലുണ്ട്. അതുപോലെ തന്നെ സപ്പോട്ട, പിന്നെ അതുപോലെ തന്നെ പേര വെറൈറ്റികൾ ഒരുപാടുണ്ട്. പേര എന്ന് പറയുന്നത് നമുക്ക് തായ്ലൻഡ് വെറൈറ്റി ഉണ്ട്, നമ്മുടെ ഇന്ത്യൻ വെറൈറ്റികളുണ്ട്. അങ്ങനെ ഒട്ടേറെ, അങ്ങനെ എല്ലാ തരത്തിലുള്ള നമ്മുടെ ദേശീയമായതാണെങ്കിലും അന്തർദേശീയമായതാണെങ്കിലും, അതായത് വിദേശ സ്വദേശ ഫലവൃക്ഷ തൈകളുടെ ആധികാരികമായ ഒരു ആസ്ഥാനം എന്ന് വേണമെങ്കിൽ ചിരക്കുഴി നഴ്സറിയെ പറയാം. ഞങ്ങളുടെ നഴ്സറി പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടാണ് ഞങ്ങളുടെ നഴ്സറി പ്രവർത്തിക്കുന്നത്.
ഇവിടെ ഞങ്ങളുടെ മദർ ഫാം ഏതാണ്ട് 40 ഏക്കറോളം ഏരിയയിലാണ് ഞങ്ങളുടെ മദർ ഫാം നിലകൊള്ളുന്നത്. കൂടാതെ ഞങ്ങളുടെ സെയിൽസ് പോയിൻ്റ് ഉണ്ട്. അതായത് റീറ്റെയിലായിട്ട് വരുന്ന ആളുകൾക്കും ഹോൾസെയിലും അവിടെ ചെയ്യുന്നുണ്ട്. ഏകദേശം 4 ഏക്കർ സ്ഥലത്താണ് ഞങ്ങളുടെ റീറ്റെയിൽ പോയിൻ്റ് നിലനിൽക്കുന്നത്. പിന്നെ ഞങ്ങൾക്ക് ഓർണമെൻ്റൽ നഴ്സറി ഞങ്ങളുടെ അട്ടപ്പാടിയിലുള്ള ഫാമുണ്ട്. അവിടെ 15 ഏക്കറാണ്. അവിടെ ഓർണമെൻ്റൽ തൈകൾ ഞങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇതുപോലെ തന്നെ ഇതെല്ലാം ഞങ്ങളുടെ സ്വന്തം സ്ഥലങ്ങളാണ്. പിന്നെ ഞങ്ങൾ ലീസിനെടുത്തിട്ടും പല സ്ഥലങ്ങളിലും ചെടികൾ വലുതാക്കാൻ വേണ്ടി, ഇപ്പം മാവാണെങ്കിലും ചെറിയ മാവ് ബഡ്ഡിങ് കഴിഞ്ഞ് അതിനെ കായ്പിക്കുന്ന സ്റ്റേജിലേക്ക് കൊണ്ടുവരാനായിട്ട് ഉള്ള പ്ലോട്ടുകളുണ്ട്. അതുപോലെ തന്നെ റംബൂട്ടാന് വേറെ പ്ലോട്ടുണ്ട്. അവിടെ നമ്മൾ ചെറിയ ചെടികളെ വളർത്തി 3 വർഷവും 4 വർഷവും അവിടെ വെച്ച് പ്രായം ആക്കി കായ്പിച്ച് കർഷകർക്ക് കൊടുക്കുന്ന സംവിധാനമുണ്ട്. അതുപോലെ തന്നെ ജാക്ക് ഫ്രൂട്ടിൻ്റെ വെറൈറ്റീസ് ബഡ് ചെയ്യാനായിട്ട് ഒരു പ്രത്യേക നഴ്സറി വേറെയുണ്ട്. അപ്പോൾ ഇങ്ങനെ വ്യാപിച്ച് കിടക്കുന്ന ഒരു സംരംഭമാണിത്. 100-ലധികം തൊഴിലാളികൾ ഞങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് സൂപ്പർവൈസേഴ്സായിട്ട് 10-12ഓളം സൂപ്പർവൈസേഴ്സ് ഉണ്ട്. ഒരു ജനറൽ മാനേജറുണ്ട്. അസിസ്റ്റൻറ്റ് മാനേജേഴ്സായിട്ട് 4-5 പേര് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഉള്ള ഒരു കൂട്ടായിട്ടുള്ള ഒരു സംരംഭമാണിത്. ഈ എല്ലാ ജീവനക്കാരുടെയും സഹകരണം കൊണ്ടാണ് ഈ ഒരു പ്രസ്ഥാനം നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഹലോ സർ, ഗുഡ് ആഫ്റ്റർനൂൺ. ചീരക്കോഴി നഴ്സറിയാണ്. ഇത് ബുഷ് ഓറഞ്ച്, ചൈനീസ് ഓറഞ്ച് എന്നൊക്കെ പറയും. വളരെ ടേബിൾ ഓറഞ്ച്, അങ്ങനെ പല പേരുണ്ട്. വളരെ ചെറുതാകുമ്പോഴത്തേനും നിറച്ച് കായകൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ്. അപ്പം ഇത് നമ്മൾ ലെയർ ചെയ്തെടുക്കുന്നതാണ് ഇത്. അതുകൊണ്ടാണ് ഇത് ഇത്ര ചെറുപ്പത്തിൽ കായ്ക്കുന്നത്. ഇത് കായ്ക്കുന്ന ചെടിയിൽ നിന്ന് നമ്മൾ ലെയറിങ് ടെക്നിക്ക് ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ചെടികളാണ്. നമുക്കിതൊരു ചട്ടിയിലോ ഡ്രമ്മിലോ ഒക്കെ ചാക്കിലോ ഒക്കെ വളർത്താൻ പറ്റുന്ന ഒരു നല്ല ഭംഗിയുള്ള ഒരു ഫ്രൂട്ടാണിത്. ടേബിൾ ഓറഞ്ച് എന്ന് പറയും. ചൈനീസ് ഓറഞ്ച് എന്നൊരു പേരുണ്ട്. ബുഷ് ഓറഞ്ച് എന്ന് വേറൊരു പേരുണ്ട്. ഇത്തരത്തിൽ നമ്മൾ ഈ ലെയറിങ്, ഗ്രാഫ്റ്റിംഗ്, ബഡ്ഡിങ്, ഇതാണ് സാധാരണ തൈകൾ ഉൽപ്പാദിപ്പിക്കാനായി ഉപയോഗിക്കുന്ന ടെക്നിക്സ്. അപ്പം അത് നല്ല കൃത്യമായി മദർ പ്ലാന്റിനെ നല്ല രീതിയിൽ പരിചരിച്ച് നല്ല ഗുണനിലവാരമുള്ള മദർ പ്ലാന്റിൽ നിന്ന് എടുക്കണം. അപ്പോഴാണ് അതിൻ്റെ പ്രയോജനം, ആ മദർ പ്ലാന്റിൻ്റെ സെയിം ക്വാളിറ്റി നമ്മൾ കൊടുക്കുന്ന തൈകൾക്കും ആ നടുന്ന കർഷകനും അതിന് പ്രയോജനം ലഭിക്കുകയുള്ളൂ. ഈ ഫ്രൂട്ട്സിൻ്റെ വെറൈറ്റികളോടൊപ്പം തന്നെ ഓർണമെൻ്റൽസും അതുപോലെ തന്നെ ഇൻഡോർ പ്ലാന്റ് വെറൈറ്റീസും അതും നല്ല രീതിയിൽ തന്നെ ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ ഞങ്ങൾ വിൽപ്പന നടത്തുന്നുണ്ട്, വിതരണം ചെയ്യുന്നുണ്ട്. ഇതിൽ ഇപ്പം ഇത് ക്രിസാന്തിമം, ഇത് നമുക്കൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സമയത്തും ഫ്ലവർ കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് ഇത്. അതുപോലെ തന്നെ നമുക്ക് പെരണിയൽ ആയിട്ടുള്ള, അതായത് നമുക്ക് ലാൻഡ്സ്കേപ്പ് ഏരിയയിലൊക്കെ വെക്കാൻ പറ്റുന്ന പ്ലാന്റുകളാണ്. എല്ലാ സമയത്തും ഫ്ലവർ ഉണ്ടാവും, ചെടികൾ നശിച്ചു പോവില്ല. അങ്ങനെയുള്ള പ്ലാന്റ്സ് ഉണ്ട്. ഇത് മെലസ്റ്റോമ എന്ന് പറയുന്ന ചെടിയാണ്. അതുപോലെ തന്നെ ടെക്കോമ, ഇതെല്ലാം ലോങ് ലൈഫുള്ള പ്ലാന്റുകളാണ്. ടെക്കോമയുടെ വെറൈറ്റികളുണ്ട്. ഇത് പെൻഡാസ് ആണ്. ഇത് പെൻഡാസ് എന്ന് പറയുന്ന എപ്പോഴും എല്ലാ സമയത്തും പൂവുണ്ടാകുന്ന ചെടിയാണ്. പിന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു പ്ലാന്റാണ് ഇത് ജെറിബ്ര. എല്ലാ സമയത്തും നമുക്ക് ഫ്ലവർ കിട്ടുന്ന ജെറിബ്ര നമ്മൾ കട്ട് ഫ്ലവർ ആയിട്ടൊക്കെ ഉപയോഗിക്കുന്നതാണ്. ഇതുപോലെ ഒട്ടേറെ ഓർണമെൻ്റൽ ഐറ്റംസ് ഉണ്ട്. അതുപോലെ തന്നെ ഇൻഡോർ പ്ലാന്റ് വെറൈറ്റീസ് ഉണ്ട്. ഇൻഡോറും ഞാൻ കുറച്ച് കാണിക്കാം. ഇപ്പോൾ ഇൻഡോർ പ്ലാന്റ്സിൻ്റെ നല്ലൊരു ശേഖരം ഞങ്ങൾക്കുണ്ട്. ഇതെല്ലാം എഗ്ലോണിമയുടെ വെറൈറ്റീസാണ്. ആന്തൂറിയംസ് ഉണ്ട്. ഇതൊക്കെ ഇതുപോലെ തന്നെ ഇത് കലാത്തിയയുടെ വെറൈറ്റീസാണ്. ഇതെല്ലാം കലാത്തിയയുടെ വെറൈറ്റീസാണ്. അതുപോലെ തന്നെ നമുക്ക് എഗ്ലോണിമയുടെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഇമ്പോർട്ടഡ് ആയിട്ടുള്ള വെറൈറ്റീസ് ഉണ്ട്, നമ്മളുടെ നാട്ടിലുണ്ടാവുന്നതുണ്ട്. അപ്പോൾ ഇതെല്ലാം ചൈന വെറൈറ്റീസാണ്. ഈ എഗ്ലോണിമസ് എല്ലാം ചൈനയിൽ നിന്ന് വരുന്നതാണ്. ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത് വരുന്ന വെറൈറ്റീസാണ്. ഇത് മൂൺഷൈൻ, പിലോഡൻഡ്ര മൂൺഷൈൻ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. അങ്ങനെ ഒട്ടനവധി ഇൻഡോർ വെറൈറ്റീസ് നമുക്കുണ്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ വീടിൻ്റെ ഒരു അലങ്കാരമാണല്ലോ ചെടികൾ, വീട്ടിനകത്ത് വെക്കാവുന്ന തൈകളാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ഇൻഡോർ പ്ലാന്റ്സ് എല്ലാം വെക്കാനായിട്ട് പോട്ട്സ് നമുക്ക് ഉണ്ട്. പോട്ട്സിൻ്റെ ഒരു സെക്ഷൻ തന്നെ ഞങ്ങൾക്കുണ്ട്. ഗാർഡൻ ആക്സസറീസ് എല്ലാം ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഇത് കൊക്കോപീറ്റാണ്. ഇത് ചകിരിച്ചോറ്. ഇത് മീഡിയം ഉണ്ടാക്കാനായിട്ട്, പ്ലാന്റ് മീഡിയം ഉണ്ടാക്കാനായിട്ട് കർഷകർക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഇതൊരു ഞങ്ങളുടെ ഗാർഡൻ സെൻ്ററാണ്. വിവിധ തരത്തിലുള്ള പോട്ട്സും അതുപോലെ തന്നെ സീഡുണ്ട്. നമുക്ക് സീഡ് നമ്മൾ ചെയ്യുന്നുണ്ട്. സീഡിൻ്റെ എല്ലാ ഫ്ലവറിങ്ങും അതുപോലെ തന്നെ വെജിറ്റബിൾസും എല്ലാ സീഡ്സും നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇൻഡോറായിട്ട് ഉപയോഗിക്കുന്ന പോട്ട്സുകളുണ്ട്, ഗ്രോവിങ് പോട്ട്സ് ഉണ്ട്. ഇത് സ്റ്റിക്കാണ്. നമുക്ക്
ഈ ക്രീപ്പർ ടൈപ്പ് പ്ലാന്റുകൾ കയറ്റിവിടാനുള്ള സ്റ്റിക്കാണ്. അങ്ങനെ ഒരുവിധം നമുക്കൊരു ഗാർഡനിങ്ങുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങൾ ആവശ്യമുണ്ടോ ഇതെല്ലാം ഞങ്ങളെ കസ്റ്റമേഴ്സിന് എത്തിച്ചു കൊടുക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുന്നുണ്ട്. അതും ഏറ്റവും കുറഞ്ഞ വിലയിൽ. കാര്യം വോള്യം കൂടുതൽ ചെയ്യുമ്പോൾ നമുക്ക് ചെറിയ മാർജിൻ എടുത്തുകൊണ്ട് ഈ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. അതാണ് ഞങ്ങളുടെ വിജയം എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ചീരക്കുഴി ഗ്രൂപ്പ് ഓഫ് നഴ്സറീസ് എന്ന ഈ സ്ഥാപനത്തിൻ്റെ ആസ്ഥാനം മണ്ണാർക്കാടാണ്. ഇതിന് പല സ്ഥലങ്ങളിൽ ബ്രാഞ്ചുകൾ മീൻസ് പ്രൊഡക്ഷൻ സെൻറ്റേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു ഓൺലൈൻ ഡെലിവറി സംവിധാനമുണ്ട്. ഇതിൽ ഹോർട്ടിക്കൾച്ചർ വിഭാഗത്തിൻ്റെ ജനറൽ മാനേജറാണ് മിസ്റ്റർ ജോർജ്. ഇദ്ദേഹം ആണ് ഹോർട്ടിക്കൾച്ചർ ഡിവിഷൻ്റെ, ഞങ്ങളുടെ ചീരക്കുഴിയുടെ ഹോർട്ടിക്കൾച്ചർ ഡിവിഷൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ മാനേജ് ചെയ്യുന്ന ഇദ്ദേഹമാണ്. ഇദ്ദേഹം ഏതാണ്ട് 20 വർഷത്തോളമായി ചീരക്കുഴി നഴ്സറിയിൽ ജോലി ചെയ്യുന്നു. ഇദ്ദേഹം എല്ലാ PRO വർക്കെല്ലാം മീൻസ് കസ്റ്റമേഴ്സുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും അദ്ദേഹം തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. കസ്റ്റമേഴ്സിൻ്റെ സംശയങ്ങൾ ദൂരീകരിക്കാനും ഒക്കെ വളരെ പരിചയസമ്പന്നനായ അനുഭവ സമ്പത്തുള്ള ഞങ്ങളുടെ സ്ഥാപനം മുന്നോട്ട് നയിക്കുന്നത് അദ്ദേഹമാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ ഒരു വർഷമായി ഞങ്ങൾ ഓൺലൈൻ ഡെലിവറി സംവിധാനം, അത് ഞങ്ങളുടെ നഴ്സറിയിലെ തന്നെ ഒരു അസിസ്റ്റൻറ്റ് മാനേജർ ആയിരുന്ന മിസ്റ്റർ ബാബു, അദ്ദേഹത്തെ ഞങ്ങൾ ഓൺലൈൻ മാനേജറായി പ്രൊമോഷൻ നൽകി. മിസ്റ്റർ ബാബുവാണ് ഈ ഓൺലൈൻ ഡെലിവറിയുടെ കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നത്. അപ്പോൾ ആയിരക്കണക്കിന് കസ്റ്റമേഴ്സുമായിട്ട് ഇടപെടുകയും അവരുടെ സംശയങ്ങൾ ദൂരീകരിക്കുകയും പിന്നെ ഈ ഓൺലൈനിൻ്റെ ഒരു ടീമുണ്ട്, ഓൺലൈൻ മാർക്കറ്റിങ്ങിന് വേണ്ടി ഒരു ടീമുണ്ട്. ആ ടീമിനെ മാനേജ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് മിസ്റ്റർ ബാബുവാണ്. അതുപോലെ തന്നെ വാഹനങ്ങളിൽ സാധനങ്ങൾ കയറ്റി അയക്കുക, ആ ഡ്രൈവർമാർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുക, കസ്റ്റമേഴ്സിന് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുക, മീൻസ് അവരുടെ സംശയങ്ങൾ പരിഹരിക്കുക, ഇത്തരം കാര്യങ്ങളും. അതുപോലെ തന്നെ പ്ലാന്റിൻ്റെ ക്വാളിറ്റി, നമ്മൾ അയക്കുന്ന തൈകളുടെ ക്വാളിറ്റി അത് ഉറപ്പുവരുത്തുക, ഇത്തരം കാര്യങ്ങളെല്ലാം മിസ്റ്റർ ബാബുവാണ് കൈകാര്യം ചെയ്യുന്നത്. ഇന്നിപ്പോൾ നമുക്ക് നമ്മുടെ ഫേസ്ബുക്കും വാട്സപ്പും ഒക്കെ തുറന്നാൽ ഏറ്റവും കൂടുതൽ കാണുന്നൊരു കാര്യം എല്ലാവരും ഓൺലൈനിൽ ബിസിനസ് ചെയ്യുന്ന ആളുകളാണ്. അപ്പം അത് തൈകൾക്കായാലും മറ്റ് പ്രോഡക്ട്സിനായാലും ഒക്കെ ഓൺലൈൻ, അത് ഇന്നത്തെ ഒരു ട്രെൻഡാണ്. പക്ഷേ ഇതിൽ തന്നെ ഒരുപാട് നല്ല ആളുകൾ നല്ല രീതിയിൽ തന്നെ ഈ കാര്യങ്ങൾ മാനേജ് ചെയ്യുമ്പോൾ ചില ആളുകൾ പല പരാതികളും മാർക്കറ്റിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഒരു എന്താ പറയുക, ഞങ്ങളുടെ ഒരു മോട്ടോ എന്ന് പറയും, ഞങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് വിൽപ്പന നടത്തുക എന്നുള്ളത് മാത്രമല്ല. വിൽപ്പന നടത്തി കഴിഞ്ഞാൽ എല്ലാവരും ഈ കൃഷിയുമായി ബന്ധപ്പെട്ട് അറിവുള്ളവരായിരിക്കണമെന്നില്ല. അപ്പോൾ തൈകൾ നൽകിക്കഴിഞ്ഞാൽ ഇത് എങ്ങനെ പരിചരിക്കണം, എങ്ങനെ നടണം, എങ്ങനെ പരിചരിക്കണം, ഇതിനെന്തെല്ലാം രോഗങ്ങൾ വരുന്നു, എന്തെല്ലാം വളപ്രയോഗം ചെയ്യണം, ഈ വക കാര്യങ്ങളെല്ലാം അതാത് സമയങ്ങളിൽ ഈ കർഷകർക്ക് ഒരു ഫീഡ്ബാക്കായി ഞങ്ങൾ ഒരു എന്താ പറയുക, ഒരു ആഫ്റ്റർ സെയിൽ സപ്പോർട്ടായിട്ട് ഞങ്ങൾ കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് അതിലൊരു ടെക്നിക്കൽ ടീമുണ്ട്. അത് കർഷകർക്ക് ആവശ്യമുള്ള സംശയങ്ങൾ ഞങ്ങളുടെ സെയിൽസ് ടീമുമായി പങ്കുവെച്ചാൽ സെയിൽസ് ടീം അത് ഞങ്ങളുടെ ടെക്നിക്കൽ ടീമിന് കൈമാറി അവർ അതിൻ്റെ എന്താണ്, ഇപ്പം എന്തെങ്കിലും ഒരു തൈക്ക് ഒരു രോഗം കാണുകയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അസ്വാഭാവികത കണ്ടാൽ അതിനൊരു ഫോട്ടോ എടുത്ത് ഞങ്ങളുടെ സെയിൽസ് ടീമിന് അയച്ചാൽ സെയിൽസ് ടീം അത് ഞങ്ങളുടെ ടെക്നിക്കൽ ടീമിന് കൈമാറുകയും അതിനെന്തോ ഒരു പരിഹാരം, എങ്ങനെയാണ് ഇത് രോഗമാണോ, അതിനെന്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്യണം, ഈ കാര്യങ്ങൾ ടെക്നിക്കൽ ടീമിൽ നിന്ന് അഡ്വൈസ് സ്വീകരിച്ച് അത് കർഷകർക്ക് കൈമാറുന്നൊരു സംവിധാനം ഞങ്ങൾക്കുണ്ട്. അതുപോലെ തന്നെ ഓരോ സമയത്തും വളപ്രയോഗം ചെയ്യേണ്ടത് എങ്ങനെയാണ്, അത് ഞങ്ങൾ നൽകുന്ന തൈകളായാലും അവർ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വാങ്ങിച്ച് നട്ടതാണെങ്കിലും അതൊന്നും ഞങ്ങൾക്ക് പ്രശ്നമല്ല, ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. ഒരു കർഷകന് വേണ്ട ആവശ്യമുള്ള വിവരങ്ങൾ കൈമാറുക, അത് ഞങ്ങളുടെ ഒരു ഉത്തരവാദിത്തമായിട്ട് ഞങ്ങൾ ഏറ്റെടുക്കുകയാണ്. അപ്പം ഏത് കർഷകനും അദ്ദേഹം നട്ടിരിക്കുന്ന എന്ത് വിളകളെക്കുറിച്ചും സംശയങ്ങൾ ചോദിക്കാം. ഞങ്ങൾക്ക് അറിവുള്ളതാണെങ്കിൽ അത് ഞങ്ങളുടെ ടെക്നിക്കൽ ടീം പരിഹരിച്ചു കൊടുക്കും. അത്തരത്തിലുള്ള ഒരു ആഫ്റ്റർ സെയിൽ സർവീസ് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അതും കർഷകരെല്ലാവരും അത് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. കാര്യം ഞങ്ങളുടെ ടെക്നിക്കൽ ടീമിന് ഇപ്പോഴും അവരുടെ ഫോൺ എപ്പോഴും ബിസിയാണ്. കാര്യം കർഷകരുടെ സംശയങ്ങൾ ദൂരീകരിക്കുക, അത് സന്തോഷപൂർവ്വം ഞങ്ങൾ കൈകാര്യം ചെയ്യുന്നു. അത് കർഷകർക്ക് ഗുണം ഉണ്ടാകുന്നുണ്ട്, അവരും ഹാപ്പിയാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങൾ നഴ്സറി തുടങ്ങിയിട്ട് 40-ലധികം വർഷമായി. ഈ ഓൺലൈൻ ഡെലിവറി സംവിധാനം തുടങ്ങിയിട്ട് ഏകദേശം 1 വർഷമേ ആയിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ജൂൺ ജൂലൈ സമയങ്ങളിലാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു ഐഡിയ കൊണ്ടുവരികയും അത് ചെറിയൊരു രീതിയിൽ ആരംഭിക്കുകയും ചെയ്തിട്ടുള്ളത്.
അതിൻ്റെ പ്രത്യേക കാരണമുണ്ട്. കാര്യം കോവിഡുമായി ബന്ധപ്പെട്ട് ആളുകൾക്ക് വെളിയിൽ ഇറങ്ങാൻ പറ്റാത്ത സാഹചര്യം, ആളുകൾക്ക് വീട്ടിൽ ഇഷ്ടം പോലെ സമയം, ഫോണിൽ നോക്കിയിരിക്കാൻ സമയം. അപ്പോൾ ആ ഒരു സമയത്താണ് പലരും ഞങ്ങളോട് ചോദിച്ചു, നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഡെലിവറി ചെയ്തുകൂടെ, എന്തുകൊണ്ട് ഞങ്ങൾക്ക് ഡോർ ഡെലിവറി നിങ്ങൾ തന്നുകൂടെ. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങളത് ആരംഭിക്കുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും സന്തോഷമുള്ള കാര്യം, അന്ന് മുതൽ സ്ഥിരമായി വാങ്ങിക്കുന്ന ആളുകളുണ്ട്. ഇപ്പം 6-7 തവണ തുടർച്ചയായിട്ട് ഞങ്ങളിൽ നിന്ന് തൈകൾ വാങ്ങിക്കുന്ന ആളുകളുണ്ട്. അപ്പം ആദ്യം അവർ 2000 രൂപയ്ക്ക് ഓർഡർ തരുന്നു, പിന്നീട് അത് 4000 ആവുന്നു, 10000 ആവുന്നു, 25000 ആവുന്നു. അപ്പോൾ അവർക്ക് പിന്നെ കൺസൾട്ടേഷൻ, അവരുടെ ഫാം ഞങ്ങൾ വിസിറ്റ് ചെയ്യുന്നു. അപ്പോൾ അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ ഫാമിൽ ചെന്ന് നൽകുന്നു. അപ്പോൾ അതിന് ഞങ്ങളുടെ ടീം പോയി അവർക്ക് എന്തൊക്കെയാണ് അവിടെ പരിഹരിക്കേണ്ട പ്രശ്നങ്ങൾ, ഇത്തരം കാര്യങ്ങൾ നിർദ്ദേശം നൽകുന്നു. തുടർച്ചയായിട്ടുള്ള റിപ്പീറ്റഡ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ്, അത് ഞങ്ങൾക്ക് വളരെ സന്തോഷം നൽകുന്നൊരു കാര്യമാണ്. കാര്യം ഞങ്ങൾ ചെയ്യുന്ന സർവീസ് പ്രയോജനപ്പെടുന്നു, അല്ലെങ്കിൽ പ്രയോജനമുള്ള അത് ഇഷ്ടപ്പെടുന്ന ആളുകൾ ഉണ്ടാവുന്നു. അപ്പോൾ അത് നല്ലൊരു ലക്ഷണമായിട്ട് ഞങ്ങൾ അതിനെ കാണുന്നു. അപ്പോൾ അത് അത്തരത്തിൽ റിപ്പീറ്റഡ് ആയ കസ്റ്റമേഴ്സ്, ഹാപ്പി ആയിട്ടുള്ള കസ്റ്റമേഴ്സ്, അത് ഞങ്ങൾക്ക് ഒരു പ്രചോദനം തന്നെയാണ് ഇന്നും.